ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. 1 കിലോ എല്ലില്ലാത്ത ബീഫ് കഷ്ണങ്ങൾ ചെറുതായി ഇതുപോലെ മുറിച്ച് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർക്കുക. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം തീരെ ചേർക്കേണ്ടതില്ല. കുറച്ച് കരിവേപ്പില കൂടി അതിൽ ആഡ് ചെയ്യുക. പിന്നെ കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം. അതിനായി ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു സവാള ഇട്ട് നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതായിരിക്കും. 2 മിനിറ്റ് അടച്ചു വെക്കുന്നതും നല്ലതാണ്. അതിനുശേഷം നമുക്ക് 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇളക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ കൂടി ചേർക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മുടെ കുക്കറിലുള്ള ബീഫ് വെള്ളത്തോടു കൂടി നമുക്ക് കംപ്ലീറ്റായി അതിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായി ഇളക്കി നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. വെള്ളം നല്ലൊരു പാകമായി റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീഫ് റോസ്റ്റ് റെഡി. ഇത് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാം.